നല്ല അസല് ട്രോമാറ്റിക് ആയ റിലേഷൻഷിപ്പിൽ നിന്നിട്ട് ചിലര് സെഷൻസിൽ വരുമ്പോ പറയും ഞങ്ങളുടെ കെമിസ്ട്രി അപാരമാണ്, അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യാത്തത്, ഈ ബന്ധം വിട്ടങ്ങ് ഇറങ്ങി പോരാത്തത് എന്ന്. നമസ്കാരം, ഞാൻ വിദ്യ നായർ. അപ്പോയിന്റ്മെന്റ് ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോയിലുണ്ട്. ഒരു റിലേഷൻഷിപ്പ് കോച്ചാണ്. അപ്പൊ അത്തരത്തിൽ വിവിധ തരം ബന്ധങ്ങളൊക്കെ കാണുന്നത് കൊണ്ട് പറയാം, എന്താണ് നിങ്ങളുടെ കെമിസ്ട്രി എന്ന് അത്തരക്കാരോട് ഞാൻ ചോദിക്കും. അപ്പൊ അവര് പറയും ഞങ്ങൾക്ക് ഒരുപാട് ഇമോഷണൽ ഹൈസ് ആൻഡ് ലോസ് ഉണ്ടാകുന്നുണ്ട്. എത്രമാത്രം പെയിൻ അനുഭവപ്പെടുന്നുണ്ടോ അത്രമാത്രം പാഷനും ഇൻഫാച്വേഷനും ഉണ്ടാവുന്നുണ്ട്. ഞാൻ പറഞ്ഞു നല്ല കാര്യം, പക്ഷെ അതിന്റെ ദിവസങ്ങൾ എങ്ങനെയാ? അങ്ങനെയൊന്നുമില്ല. ഒരു ദിവസം തന്നെ ചിലപ്പോ മാറി മറിഞ്ഞു തോന്നും, അല്ലെങ്കിൽ ഒരാഴ്ചയിൽ തന്നെ ഞങ്ങൾ ഉണ്ടാക്കുന്ന വഴക്ക് കൂടുതലായിരിക്കും. വഴക്കുകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ അവിടെ എങ്ങനെയാ മനസ്സമാധാനം ഉണ്ടാവുക, അല്ലെ? അത് ഒരു ട്രോമയുടെ എക്സ്പീരിയൻസിന്റെ ഭാഗമാണ്. ഒന്നുകിൽ ട്രോമ ബോട്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ എവിടെയോ കിട്ടിയ ഒരു ട്രോമയെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു ബിഹേവിയറിന്റെ രൂപത്തിലാക്കി മാറ്റുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവര് വേദനിപ്പിച്ച് അവരോട് തന്നെ കംഫേർട്ട് ആക്കാനായിട്ട് പോയിട്ട് പറയുക, വേറെ ആരുമില്ല, എനിക്ക് നല്ല വിഷമായി, എന്നെ ഒന്ന് ആശ്വസിപ്പിച്ച് എന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്തേക്ക് തന്നെ ചെല്ലും. അതായത് കത്തി കൊണ്ട് കുത്തിയത് ആരാണോ അവരുടെ കത്തി എങ്ങനെ മാറ്റിയിട്ട് ആ മുറിവിൽ ഒന്ന് തടവി തരാൻ പറ്റും. അതാ അവസ്ഥ. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, അവർക്ക് വേണ്ടി നിങ്ങൾ എക്സ്ക്യൂസ് കണ്ടുപിടിക്കും. അവര് നമ്മളെ വേദനിപ്പിച്ചത്, അല്ലെങ്കിൽ അവര് വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചത്, അല്ലാതെ നമ്മളെ ഫിസിക്കൽ അബ്യൂസ് ചെയ്തത് ഇന്ന സാഹചര്യം ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവരങ്ങനെയൊന്നും ചെയ്യത്തില്ലായിരുന്നു എന്ന് നമ്മൾ അങ്ങ് ചിന്തിക്കും. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവരോട് ഭയങ്കര അഡിക്ഷൻ ആണ് നമുക്ക്. ഈ റിലേഷൻഷിപ്പ് നമുക്ക് പെയിൻഫുൾ ആണെന്ന് അറിയാം, പക്ഷെ ഇറങ്ങി പോരാനായിട്ട് പറ്റണ്ടേ? ഇമോഷണലി നമ്മളവിടെ സ്റ്റക്കാണ്. അത് അഡിക്ഷൻ പാറ്റേൺ ആണ്. പിന്നെയോ, നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ അവരോട് തന്നെ കംഫേർട്ട് ചോദിക്കുന്നു, എക്സ്ക്യൂസസ് ചോദിക്കുന്നു, അഡിക്റ്റഡ് ആകുന്നു, ഇന്റൻസ് ആയിട്ടുള്ള നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള ഇമോഷൻസും കാര്യങ്ങളും ഒക്കെ ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഒരുപാട് സിമിലാരിറ്റീസ് കണ്ടെത്താനായിട്ട് ശ്രമിക്കും. സിമിലാരിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് എന്താണ്, നമ്മൾ ആവശ്യത്തിനും അനാവശ്യത്തിനും നമ്മൾ തമ്മിൽ ഒരുപാട് കണക്ഷൻ ഉണ്ട്. അതായത് നമ്മൾ തമ്മിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. ഇല്ല എങ്കിൽ പോലും നമ്മുടെ ഇഷ്ടങ്ങളെയൊക്കെ മാറ്റി വളച്ചൊടിച്ച് എനിക്ക് ഇങ്ങനെയുള്ള താല്പര്യം ഉണ്ടായിരുന്നു കേട്ടോ എന്നൊക്കെയുള്ള രീതിക്കൊക്കെ പറഞ്ഞിട്ട് ഇമോഷണൽ കണക്ഷനൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ ഇന്ന് സ്യൂഡോ രീതിയിൽ, കപടമായ രീതിയിൽ ഉണ്ടാക്കിയെടുക്കും. ഇതൊന്നും കെമിസ്ട്രി അല്ല, ഒരു ട്രോമയുടെ അല്ലെങ്കിൽ ട്രോമ ബോണ്ടിന്റെ ലക്ഷണങ്ങളാണ് എന്ന് തിരിച്ചറിയണം. യഥാർത്ഥ കെമിസ്ട്രിയും ട്രോമ ബോണ്ടിന്റെയും ട്രോമ ബിഹേവിയറിന്റെയും ഒക്കെ രീതിയും വ്യത്യസ്തമാണ്. നന്ദി.